എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെ ഗോമതിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നത് ഗോമതിക്കാണെങ്കിൽ ആകെപ്പാടെ സങ്കടമാണോ ദേഷ്യമാണോ എന്താണെന്ന് അറിയത്തില്ല. കാരണം ശ്രീദേവിയുടെ ഓരോ പെരുമാറ്റം ഗോമതിയുടെ വല്ലാതെ അങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം കൂടുതൽ ഓവറായിട്ട് അവള് ഇവിടെ അധികാരം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നൊരു ചിന്ത ഗോമതിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് വൈകുന്നേരം ബാലൻ കടയിൽ നിന്ന് വരുവാണ്. അങ്ങനെ പതിവ് പോലെ തന്നെ ബാലൻ കടയിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി എന്ത് ചെയ്യണം, ഓടിക്കൊണ്ടേ വെള്ളമൊക്കെ കൊടുക്കണം. ബാലച്ച കുടിക്കാനൊക്കെ പറഞ്ഞോണ്ട് ഇതൊക്കെ ഗോമതി ശ്രദ്ധിച്ചു. സാധാരണ ഗോമതിയാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ബാലൻ സംസാരിക്കുന്നതിന് ഇടയ്ക്ക് എന്ത് ചെയ്യണം, എന്നാ ഗോമതി ബാഗ് എന്ന് പറഞ്ഞ് ബാഗ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ സമയം ശ്രീദേവി ആ ബാഗ് അങ്ങോട്ട് വാങ്ങി പെട്ടെന്ന് തന്നെ ഗോമതിയുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ബാഗ് മേടിക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷക്കാരില്ല. ഇത്രയും കാലങ്ങളായിട്ട് ഗോമതിയുടെ കയ്യിലാണ് ബാലം കൊണ്ടുവന്ന ബാഗ് കൊടുക്കുന്നത്. ഗോമതി അതുകൊണ്ട് പൂജാമുറി വെക്കുകയും ചെയ്യുന്നത്. ശ്രീദേവി ആ ബാഗ് കൈക്കലാക്കി കഴിഞ്ഞപ്പോൾ ഗോമതിയുടെ നെഞ്ചു പടഞ്ഞു. കാരണം ഇവിടുത്തെ അധികാരം അവള് കൈക്കലാക്കി എന്നൊരു ചിന്ത ഗോമതിയുടെ മനസ്സിലേക്ക് വരിക. പെട്ടെന്ന് ശ്രീദേവിയോട് ഗോമതി പറഞ്ഞു, ആ ബാഗ് ഇങ്ങോട്ട് തരാൻ പറയാണ്. ഇത് കേട്ടതും ശ്രീദേവി പറഞ്ഞു, അതെന്തിനമ്മ ഞാൻ തരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും ഗോമതി പറഞ്ഞാൽ, നിനക്ക് ആ ബാഗ് എവിടെയോ കൊണ്ടേ വെക്കണം എന്നറിയാവോ? അലമാരിക്കകത്തല്ലേന്ന് ചോദിക്കണം. അലമാരിക്കകത്തൊന്നും അല്ലാതെ കൊണ്ടേ വെക്കണേ, അത് കൊണ്ടേ വെക്കണേ പൂജാമുറിയിലൊക്കെയാന്ന് പറയണം. ഇത് കേട്ടതും പറഞ്ഞു, അത് പിന്നെ ഞാൻ കൊണ്ടേ വെച്ചോളാം അമ്മേ. അമ്മ എന്തിനാ ഇപ്പൊ അവിടെ വരെ നടന്ന് ബുദ്ധിമുട്ടുന്നേ? അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയെന്നൊക്കെ പറയാം. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, അത് അവള് കൊണ്ടേ വെച്ചോട്ടെ ഗോമതി, നിനക്ക് എന്താ കുഴപ്പമെന്നൊക്കെ പറഞ്ഞ് ഗോമതിനെ കുറ്റപ്പെടുത്തുവാണ്. അവിടെ ശ്രീദേവിയുടെ പക്ഷത്ത് ബാലൻ നിന്ന് കഴിഞ്ഞപ്പോ ഗോമതിക്ക് സഹിക്കുവോ? പെട്ടെന്ന് താൻ ആരും അല്ലാതായപ്പോ ഒരു ചിന്ത ഗോമതിയുടെ മനസ്സിലേക്ക് വരിക. ആ സമയം മിത്ര നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മിത്രയ്ക്ക് മനസ്സിലായി അമ്മയ്ക്ക് നല്ല കട്ടക്കലിപ്പാന്നുള്ള കാര്യം. ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അടിയും വഴക്കും ഉണ്ടാവും. ഈ സമയത്ത് ഗോമതി ഞാൻ എന്താ, ഞാൻ ഇത്രയും കാലം ഞാനല്ലേ കൊണ്ടേ വെച്ചിരുന്നേ, ഞാൻ കൊണ്ടേ വെച്ചോളാം എന്നൊക്കെ പറയണ്. ബാലൻ പറഞ്ഞു, ആര് കൊണ്ടേ വെച്ചാൽ എന്താ ഗോമതി, അതവിടെ കൊണ്ടേ വെച്ചാൽ പോരേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം ഗോമതിക്ക് ദേഷ്യം വന്നിട്ട് ഗോമതി അതും ഇതൊക്കെ പറയാണ്. അപ്പൊ ബാലനോർത്ത് ഇവൾക്ക് ഇത് എന്തു പറ്റിയെന്ന് ഓർക്കണം. മിത്ര പറഞ്ഞ അമ്മയ്ക്ക് തലവേദന ഉണ്ടായിരുന്നു, അതുകൊണ്ടാന്ന് പറയാണ്. തലവേദനയുടെ ആയിരിക്കും എന്നൊക്കെ പറയാം. ബാലിനോർത്ത് ചിലപ്പോൾ തലവേദന ആയതുകൊണ്ടായിരിക്കും എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ്. പിന്നീട് ഗോമതി ആകപ്പാടെ വിഷമിച്ചു പോയിരിക്കുകയാണ്. ഗോമതിയുടെ അടുത്ത് നിന്ന് മിത്ര ഗോമതിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പോട്ടെ, ചിലപ്പോൾ ശ്രീദേവി അടുത്ത് അങ്ങനെ ഒന്നും ഉദ്ദേശമായിരിക്കില്ല ബാഗ് മേടിച്ചത്, സാരമില്ല. ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, മീനാക്ഷി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇച്ചിരി സമാധാനം കൂടെ ഉണ്ടായിരുന്നു. മീനാക്ഷി ഉണ്ടായിരുന്നെ എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചാനും ഇതിനൊക്കെ അവളൊരു പരിഹാരം എന്തെങ്കിലും കണ്ടെത്തിയാനെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു, അതെ അപ്പച്ചി വിഷമിക്കൊന്നും വേണ്ട, അധികം വൈകാതെ തന്നെ ശ്രീദേവി അടുത്തിരി അധികാരം കാണിക്കലൊക്കെ അങ്ങോട്ട് നിന്നോളും. ഈ കല്യാണം കഴിഞ്ഞ് വന്നതിൻ്റെതായ ഒരു കാര്യമാണ്. ഈ കുടുംബത്തിൽ താനായിരിക്കണം സറാധിപതി, താൻ പറയുന്ന എല്ലാവരും അനുസരിക്കണം, അതുകൊണ്ടൊക്കെ ആയിരിക്കണം, അതൊക്കെ മാറിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഗോമതിക്ക് സങ്കടം അങ്ങ് അടക്കാൻ പറ്റിയില്ല. വൈകുന്നേരം കിടക്കാൻ പോകുന്ന സമയത്ത് ഗോമതിയുടെ ബാലം കുടിക്കാൻ വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ ഗോമതി എന്താ മരുമോൾ എടുത്തോണ്ട് തരത്തില്ലേന്ന് ചോദിക്കുക. ചോറൊക്കെ എടുത്തു തന്നപ്പോ മരുമോൾ എടുത്ത് തന്നില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടൻ ബാലം പറഞ്ഞു, നീ എന്താ ഗോമതി അങ്ങനെ പറയണേ? അല്ല, ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാം മരുമോളല്ലേ ചെയ്യുന്നേ, ഞാനിവിടെ ഒന്നുമല്ല, ഇപ്പൊ എന്റെ പ്രസക്തി ഇവിടെ ഇല്ല, അതുകൊണ്ട് മരുമോളോട് ചെന്ന് പറ വെള്ളം കൊടുത്തണം തരാൻ എന്നൊക്കെ ഗോമതി പറയണം. ഗോമതിക്കൊന്നും ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം താൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ താൻ ചെയ്യണം. അതിപ്പം മരുമോള് ചെയ്യുന്നതിലുള്ള ആ ഒരു ദേഷ്യവും വിദ്വേഷവും ഒക്കെ ഗോമതിയുടെ മനസ്സിലുണ്ട്. പിന്നീട് ബാലൻ പറഞ്ഞു, അവള് നല്ല മിടുക്കി കുട്ടിയാ, എല്ലാ കാര്യങ്ങളും നോക്കും. കടയിൽ വന്നിട്ട് തന്നെയാണെങ്കിലും അവൾ ഒരു മിനിറ്റ് പോലും അടങ്ങിയിരുന്നില്ല, ഓടി നടന്ന് എല്ലാ ജോലികളും ചെയ്തു. ഞാൻ പോലും അന്തം വിട്ടുപോയെന്ന് പറയാം. ഓഹോ, അപ്പൊ അവള് കടയിലേക്ക് വന്നങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം ഗോമതിക്ക് അതും ഇഷ്ടപ്പെട്ടില്ല. ഇത്രയും നാളും ബാലൻ ആരെ കടയിലേക്ക് കൊണ്ടുപോകത്തില്ലായിരുന്നു. ബാലൻ പറയുന്നത് സ്ത്രീകളൊക്കെ വീട്ടിലിരുന്നാൽ മതി, വീട്ടിലിരുന്ന ജോലികളൊക്കെ ചെയ്തിരുന്നാൽ മതി, ആരും കടയിലേക്ക് വരണ്ട, കടയിലെ ജോലികളൊന്നും ചെയ്യേണ്ടെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ ശ്രീദേവി വന്നപ്പോ അതെല്ലാം മാറി മറിഞ്ഞു. ഗോമതി അത് ചോദ്യം ചെയ്യുകയും ചെയ്തു. ഗോമതിക്കാണ് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഇതൊക്കെ കണ്ണി കണ്ടു കഴിയുമ്പത്തിന് അത് പറയണ്ടേ? അതൊന്ന് പറഞ്ഞു തീർത്തില്ലെങ്കിൽ ഗോമതിയുടെ മനസ്സിൽ ഭയങ്കര അസ്വസ്ഥയാ. അങ്ങനെ ബാലിന്റെയും ഗോമതിയുടെ ഇടയ്ക്ക് ഒരു വിള്ളലുണ്ടാവുകയാണ്. ഗോമതിക്ക് നല്ല ദേഷ്യമായിരുന്നു. തന്നെക്കാളും കൂടുതലായിട്ട് മരുമോളോട് സ്നേഹം കാണിച്ച് ചെയ്യുമ്പോഴത്തേനും, അല്ലെങ്കിൽ താൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ജോലികളൊക്കെ മരുമോൾ ചെയ്യുമ്പം ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. തന്റെ ഭർത്താവിന്റെ കാര്യം താനില്ലെന്ന് നോക്കണ്ടേ, അതും കൂടെ അവൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു അതൃപ്തി ഗോമതിന്റെ മനസ്സിലുണ്ടായി. ഈ സമയം ആകെപ്പാടെ പെട്ടുപോയത് മീനാക്ഷി ആകാശമാണ്. കാരണം ആകാശത്തിന് നല്ല പണിയാ ബാലം കൊടുത്തേ. അവര് ആ ട്രിപ്പ് പോകെങ്കിൽ ആ ട്രെയിനിങ്ങിന് പോണ സമയത്തെങ്കിലും സന്തോഷമായിട്ട് കുറച്ച് സമയം ഇരിക്കട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം ബാലം ഇടിവെട്ട് പണി കൊടുത്ത് ആകാശനെ പറഞ്ഞു വിട്ടെ. ആകാശാണെങ്കിൽ രാത്രിയുള്ള പലചരക്കട കൂടെ എല്ലാം കയറി ഇറങ്ങി നിരങ്ങി 10 മണി കഴിഞ്ഞിട്ടൊക്കെയാണ് അങ്ങോട്ടേക്ക് റൂമിലേക്ക് വരുന്ന സമയത്ത് പാവം മീനാക്ഷി ട്രെയിനിങ്ങിന്റെ ക്ഷീണവും എല്ലാമായിട്ട് കിടന്നുകൊണ്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു.
ആകാശ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായിപ്പോയി മീനാക്ഷിക്ക്. മീനാക്ഷി ദേഷ്യപ്പെടുന്നുണ്ട് ആ കാര്യം പറഞ്ഞുകൊണ്ട്. എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? കാരണം ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മീനാക്ഷി ട്രെയിനിങ്ങിന് വന്നത്. അതിന് വേണ്ടിയിട്ട് ആകാശിനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് മീനാക്ഷി ഒത്തിരി കഷ്ടപ്പാട് വിട്ടു. ബാലന്റെ വായിന്ന് കുറെ ചീത്തയും കിട്ടു. എന്നാലും കുഴപ്പമില്ല, 2 ദിവസം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാലോ എന്ന് കരുതിയിട്ടാ വന്നേ. പക്ഷേങ്കിൽ എല്ലാ പ്രതീക്ഷകളും തടഞ്ഞു. കാരണം ട്രെയിനിങ്ങിന് വന്നതിന് ശേഷം വൈകുന്നേരം പുറത്ത് പോവാം, ഫുഡ് കഴിക്കാം, ഒന്ന് എൻജോയ് ചെയ്യാന്നൊക്കെ ഓർത്തിരുന്ന. പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ എല്ലാം അങ്ങനെ മുടങ്ങിപ്പോയി. കാരണം 10 മണി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എവിടെ പോകാനായിട്ടാ? റെസ്റ്റോറൻ്റൊക്കെ അടയ്ക്കണ സമയമായി. പലയിടത്തും പോയി നേരം ഒരു ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല. അത് മീനാക്ഷി തന്റെ അതൃപ്തി ആകാശിനോട് രേഖപ്പെടുത്തുകയും ചെയ്തു, പറയുകയും ചെയ്തു. പക്ഷെ ആകാശിന്റെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോൾ മീനാക്ഷിക്ക് സങ്കടമായി. കാരണം ആകാശ് പെട്ടിരിക്കുവാന്ന് മനസ്സിലായി. മീനാക്ഷി എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛനെ അനുസരിക്കണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ അനുസരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമ്മളൊരു സിനിമയ്ക്ക് പോയി. ആ സിനിമ കുളമാക്കി തന്നച്ഛൻ. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഒരു ഹണിമൂൺ ട്രിപ്പ് പോയിട്ടാണെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് അതും മുടക്കിക്കളഞ്ഞു. ഇപ്പൊ ഈ ട്രെയിനിങ്ങിന്റെ സമയമെങ്കിലും നമുക്ക് സന്തോഷമായിട്ട് ഇച്ചിരി സമയം നിൽക്കാൻ നിർത്തിട്ട് അതിന് പോലും സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് മീനാക്ഷി. അവസാനം ആകാശം ഉറപ്പ് കൊടുത്തു, നാളത്തെ ദിവസം ഉണ്ടല്ലോ ട്രെയിനിങ്, അത് കഴിയുമ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം, നീ ധൈര്യമായിട്ടിരിക്കുക, എന്തേലും പോകുമ്പോഴേ ഉണ്ടാക്കാൻ ഞാൻ, നാളെ കുറച്ച് ജോലികളൊക്കെ ഉള്ളെന്നൊക്കെ പറയുന്നുണ്ട്. മീനാക്ഷി പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കഷ്ടം ആകാശേ, ഞാനൊരു പെണ്ണല്ലേ, എനിക്കില്ല ആഗ്രഹങ്ങളും മോഹങ്ങളും, ഭർത്താവിനോടൊപ്പം അല്പ സമയം ചെലവഴിക്കണമെന്നും. വീട്ടിൽ വന്നാലോ, വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കടയിൽ നിന്ന് വരുമ്പോൾ തന്നെ പാതിരാത്രി സമയമാവും. പിന്നെ കിടന്നുറങ്ങി രാവിലെ ഞാനും ജോലിക്ക് പോകും, ആകാശം ജോലിക്ക് പോകും. ഇത് തന്നെ സ്ഥിരം. എനിക്കും വേണ്ട ഒരു എൻജോയ്മെന്റ്. ഈ ജോലിക്കിടയ്ക്ക്, ഈ ട്രെയിനിങ്ങിനിടയ്ക്ക് ഒരാശ്വാസം കിട്ടണ്ടേ? ജോലി എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും വെറുതെ പോയിരിക്കുക മതി, സർക്കാർ ജോലി അല്ലേന്ന്. പക്ഷെ അതിന് അതിൻ്റെതായ ടെൻഷനൊക്കെ ഉണ്ട് ആകാശേ. അവിടെ നിന്ന് എനിക്കൊരു റിലാക്സ് വേണ്ടേ? വീട്ടിൽ വന്നാലോ, അത് അതിനേക്കാളും വലിയ ഇതൊക്കെ ആരാ മനസ്സിലാക്കുന്നത്, ആരോടെ പറയാനൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി തൻ്റെ മനസ്സിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറയണം. ആകാശിന് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അച്ഛനെ എതിർക്കാനായിട്ട് ആകാശിന് മടി. ഒരു സമയം ആരിനാണെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ആരിനാണെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഇഷ്ടമില്ല എന്ന് മുഖത്ത് നോക്കി പറയും. അതിപ്പോൾ അച്ഛനാണ് ശരി, അമ്മയാണ് ശരി, അമ്മാവനാണല്ലോ ശരി, ആരുടെ മുഖത്ത് നോക്കിയാലും കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയും. അതുകൊണ്ട് ആരിനാണെങ്കിൽ ഈ പറയുന്ന ബാലിനോട്ട് കാണത്തുമില്ല, ഉള്ളത് സത്യം മുഖത്ത് നോക്കി പറയുന്നതുകൊണ്ട്. പിന്നീട് മീനാക്ഷി അങ്ങനെ കിടന്നുറങ്ങി കഴിയുമ്പോഴത്തേനും ആകാശ് ഫോൺ വിളിക്കുവാണ് ആര്യനെ ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. ആര്യന് ഇത് കേട്ടപ്പോൾ ചിരിയാ വന്നേ. കുഞ്ഞു പിള്ളേരൊന്നും അല്ലോ, സ്വന്തം കാര്യം നിൽക്കണ്ടേ? 2 ദിവസം അടിച്ചു പൊളിച്ച് ട്രെയിനിങ്ങും കൂടി വരാമെന്ന് പറഞ്ഞു പോയിട്ട് ആ പലചരക്കടയെല്ലാം കയറിന്നിറങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? അച്ഛനോട് പറ്റില്ല എന്നങ്ങോട്ട് പറഞ്ഞാൽ പോരാന്ന് ചോദിക്കും. അതെങ്ങനെയാടാ ഞാൻ പറയണെന്ന് ആയി ആകാശ്. കാരണം ആകാശിന് അത് പറയാനുള്ള ധൈര്യമില്ല. ആകാശേട്ടാ, ഇനി വിളിക്കുമ്പോൾ ഫോൺ എടുക്കണ്ട. അച്ഛൻ വിളിക്കുമ്പോൾ ഫോൺ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ചേക്കാൻ പറയാം. എടാ, ഓഫ് ചെയ്ത് വെച്ചാൽ പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഫോൺ എടുത്താലേ അച്ഛൻ ഓരോ പണി തരത്തുള്ളൂ. ഫോൺ എടുക്കാതിരുന്നാൽ കുഴപ്പമില്ല. ഫോൺ ഓഫായി പോയതാണോ എന്തേലും പറഞ്ഞാൽ മതി. അപ്പം മിത്രയുടെ ഫോണിലേക്ക് വിളിക്കില്ലേ, മിത്രയുടെ ഫോൺ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചാലേ പിന്നെ കുഴപ്പമില്ലല്ലോ. വല്ല പാതിരാത്രി നിങ്ങൾ പുറത്തൊക്കെ പോയതിന് ശേഷം കോൾ എടുത്താൽ മതി, അപ്പം പിന്നെ പണി കിടത്തില്ലല്ലോ. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. എന്നാലും ഇല്ല, ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറയുന്നുണ്ട്. പിന്നെയെങ്കിൽ ശ്രീദേവി ക്രൂരമായ ആ കാര്യം ചെയ്യുവാണ്. കാരണം ഇവിടെ ട്യൂഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ തനിക്കത് ആപത്താണ്. തനിക്ക് MA ലിറ്ററേച്ചറൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയും. അപ്പം അതിനൊരു തടയിടണം. തൻ്റെ അമ്മ പറഞ്ഞത് ആ സൂത്രം അങ്ങോട്ട് പ്രയോഗിക്കുകയാണ്. ബാലനോട് കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ എല്ലാവരും കൂടെ വൈകുന്നേരം സംസാരിച്ചിരിക്കുന്ന സമയത്ത് ശ്രീദേവി മനസ്സിൽ ആ പ്ലാനെ കരുതി ചെല്ലുവാണ്. ബാലച്ചനോട് കാര്യങ്ങളൊക്കെ പറയാന്ന്. പക്ഷെ അപ്പൊ ശ്രീദേവി ഓർത്ത് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അറിയും താനാ പറഞ്ഞത്, അത് പാടില്ല. പിന്നീട് ശ്രീദേവി ഒന്നും പറയാൻ പോയില്ല. പിറ്റേ ദിവസം ഇത്രയും ഗോമതിയും കൂടെ ക്ഷേത്രത്തിൽ പോവാണ്. ക്ഷേത്രത്തിൽ പോയ സമയത്ത് ശ്രീദേവി പതുക്കെ നേരെ ബാലിൻ്റെ അടുത്തേക്ക് എല്ലുവാണ്. ബാലിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ സംസാരിച്ച് ബാലിന് ചായയൊക്കെ കൊണ്ട് കൊടുത്ത് ബാലൻ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ബാലിനോട് ആ കാര്യങ്ങൾ പറയണേ. അത് ബാലച്ചന് ഇവിടെ ട്യൂഷൻ എടുക്കുന്നതിനെ കുറിച്ച് അറിഞ്ഞായിരുന്നൊക്കെ ചോദിക്കുകയാണ്. ട്യൂഷന്? എന്ത് ട്യൂഷൻ? എവിടെ? ഇവിടെയോ? നീ എന്തൊക്കെയാ ശ്രീദേവി പറയണെന്ന് ചോദിക്കുകയാണ്. അല്ല, മിത്ര ഇവിടെ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയണം. ഇത് ബാലിനൊരു പുതിയ അറിവായിരുന്നു. മിത്ര ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞ് തന്നോട് ഒരു വാക്ക് പോലും പറയാ ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞത്. പിന്നീട് ബാലൻ ചോദിച്ചു, അതെന്താ ഞാൻ അറിഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അതെന്താന്ന് അറിയത്തില്ല പറയാത്തെ, ഇന്നലെ തൊട്ട് ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് കുട്ടികളും വരാൻ തുടങ്ങി. പിന്നെ ഒരു കാര്യമുണ്ട് ബാലച്ച, ഇവിടെ ട്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നാണക്കേടല്ലേ? കാരണം ജീവിക്കാൻ വകയില്ലാത്തതുകൊണ്ട് ട്യൂഷൻ എടുക്കുന്നതെന്ന് നാട്ടുകാർ പറയുള്ളൂ. ബാലച്ചന് നാണക്കേടാ. അത് മാത്രമല്ല, കൃഷ്ണമംഗലത്തുള്ളവരെ അറിഞ്ഞാലോ, മകളെ കൊണ്ട് ട്യൂഷൻ എടുപ്പിച്ച് വീട്ടിൽ അടുപ്പിൽ കഞ്ഞിക്ക് വകയുണ്ടാക്കണേ എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടല്ലേന്ന് ചോദിക്കാം. അത് കേട്ടതും ബാലനൊരു മനസ്സിലൊരിതുണ്ടായി. ഇവള് പറയുന്നത് ശരിയാണല്ലോ എന്ന്. എങ്ങനെ ട്യൂഷനൊന്നും മുടക്കുക മാത്രമായിരുന്നു ശ്രീദേവിയുടെ മനസ്സിലെ ആഗ്രഹം. അങ്ങനെ ശ്രീദേവി ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാണ്.
ബാലനതൊക്കെ കേട്ട് ബാലനിങ്ങനെ ആലോചിച്ചു. ആ സമയം ആര്യൻ അവിടെ മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ശ്രീദേവി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം. ആര്യനാണ് ആകെപ്പാടെ വിഷമായിപ്പോയി. മിത്ര ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ ആര്യനും തടയിട്ടായിരുന്നു, കാരണം പഠിക്കാൻ സമയം കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അവള് ട്യൂഷൻ എടുക്കുന്ന അവൾക്ക് വേണ്ടി മാത്രമല്ല, തന്നെ സഹായിക്കാനും കൂടി വേണ്ടിയെന്നുള്ള കാര്യം ആര്യനറിയാം. പക്ഷെ അതിപ്പോൾ അച്ഛനോട് പറയാതെയാണ് എടുക്കുന്നത് അറിഞ്ഞപ്പോൾ അച്ഛൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയാം. ശ്രീദേവി അടുത്ത് അത് പോയി കൊളുത്തി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ആര്യൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് ഗോമതിയൊക്കെ ക്ഷേത്രത്തിൽ നിന്ന് വരാൻ കാത്തിരുന്നു ബാലൻ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ അങ്ങോട്ട് ഇന്ന് ചൂടാവുകയാണ് ഗോമതിയോടൊക്കെ. എന്നോട് പറയാതെ ഇവിടെ എന്തൊക്കെയാ നീയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ചോദിച്ചോണ്ട് ഗോമതിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. അവസാനം പറഞ്ഞു, എന്നെ എതിർത്തിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്യാന്ന് വിചാരിക്കണ്ട, ഞാനൊന്നും അറിയില്ലെന്ന് കരുതിയോ എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ ഗോമതി എന്താ ബാലേട്ടാ കാര്യം എന്താന്നൊക്കെ തിരക്കുന്നുണ്ട്. അപ്പോഴാണ് ബാലൻ പറയണത്, ആരോട് ചോദിച്ചിട്ട് അവിടെ ട്യൂഷൻ എടുക്കാനായിട്ട് തുടങ്ങിയെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടത് മിത്രയൊന്നും ഞെട്ടി. പാവം മിത്രയ്ക്ക് അല്ലേ തന്നെ ബാലനെ പേടിയുണ്ട്. മിത്ര പറഞ്ഞു, അത് പിന്നെ അങ്കിളെ ഞാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുക, സത്യം പറ ആരോട് ചോദിച്ചിട്ടാന്ന് ചോദിക്കുക, ഇത് എൻ്റെ വീടാണ്, ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്, നീയൊന്നും അല്ലാന്ന് പറയാണ്. പിന്നീട് മിത്ര പറഞ്ഞു, അത് പിന്നെ അങ്കിളെ അതൊന്നും അല്ല, കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വരുമാനം കിട്ടുമല്ലോ, പിന്നെ പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരു കാര്യമല്ലേ, നമുക്ക് അറിവ് കൂടത്തല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ട്യൂഷൻ എടുക്കാൻ തീരുമാനിച്ചേ. അത് പറയാത്ത എന്താന്നായി അടുത്ത ചോദ്യം. അത് പിന്നെ ഇന്നലെ പറയണമെന്നോർത്തിരുന്ന മറന്നുപോയി. പെട്ടെന്ന് ഇന്നലെ രാവിലെ കുറച്ച് കുട്ടികൾ വന്നു. അപ്പോൾ വൈകുന്നേരം തൊട്ട് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. ഇന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് രാവിലെ ക്ഷേത്രത്തിലേക്ക് പോയതുകൊണ്ട് അതിനൊന്നും സാധിച്ചില്ല എന്ന് പറയണം. പക്ഷെ ബാലൻ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ കൂട്ടാക്കിയില്ല. ബാലൻ അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. അവസാനം ആര്യൻ അങ്ങോട്ട് ചാടി വീണു. ആര്യൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് അവൾ ട്യൂഷൻ എടുക്കുന്നേ, എന്നോട് പറഞ്ഞവള് ട്യൂഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞെന്ന് പറയാണ്. കാരണം ഭാര്യയ്ക്ക് ഒരാപത്തുണ്ടാകുമ്പോൾ ഭർത്താവ് വേണമല്ലോ ഇടപെടാനായിട്ട്. ഇത് കേട്ട മിത്ര ഒരു അമ്പലപ്പോട് കൂടിയിട്ടാണ് ആര്യനെ നോക്കുന്നത്. ആര്യനോട് പറഞ്ഞു പോലുമില്ലായിരുന്നു ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയെന്ന്. പിന്നീട് ബാലൻ പറഞ്ഞു, ഓഹോ അപ്പം ഭാര്യയും ഭർത്താവും കൂടെ ഒത്തോണ്ടല്ലേ, അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ഈ വീടിനകത്ത് വേണ്ട, വീടിന് പുറത്ത് മതി, രണ്ടും കൂടെ ഇറങ്ങിക്കോളാൻ പറയണം. ഇത് കേട്ടപ്പോൾ ഗോമതിക്ക് സഹിച്ചില്ല. ഗോമതിക്ക് മനസ്സിലായി ഇത് ശ്രീദേവിയുടെ ഇടപാടാന്നുള്ള കാര്യം. ഗോമതി പറഞ്ഞു, എങ്ങോട്ടിറങ്ങണമെന്ന ബാലേട്ടൻ പറയണേ, ഞാൻ ഈ കുടുംബത്തിലെ ആള് തന്നെയാണ്, എൻ്റെ മകനാണ് ആര്യന്, അവൻ്റെ ഭാര്യയാണ് മിത്ര. ഒരു കാര്യമുണ്ട്, അവൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ഞാനും ഇവിടെ നിന്ന് ഇറങ്ങും. പിന്നെ ട്യൂഷൻ എടുക്കുന്നതിൻ്റെ പേരില്ല, അതെ അവൻ ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ട കാര്യമൊന്നുമില്ല ബാലേട്ട് എന്നൊക്കെ ഗോമതി അങ്ങോട്ട് പറയാ. ബാലൻ അത് പ്രതീക്ഷിച്ച കാര്യമല്ല. കാരണം ഗോമതിക്ക് നല്ല ദേഷ്യമായിരുന്നു. ശ്രീദേവിക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ച പ്രശ്നമൊന്നും നേരെയാക്കാനുള്ളതിന് ശ്രീദേവി എരുതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പോലെ പിന്നീട് ചെയ്തേ. ബാലച്ചന് നേർക്ക് നിങ്ങൾ സംസാരിക്കാൻ പാടില്ലെന്നൊക്കെ ആരിനോടൊക്കെ പറയണം. ആരും പക്ഷെ അത് കേൾക്കാൻ കൂട്ടാക്കില്ല. ഇപ്പൊ ശ്രീദേവി എന്നല്ല ആര് വന്ന് പറഞ്ഞാൽ ആരും പറയാനുള്ള കാര്യം പറയും. ആരും പറഞ്ഞു, എന്റെ ഭാര്യയാണ് അവള് ട്യൂഷൻ എടുക്കുന്ന എന്റെ പെർമിഷൻ മേടിച്ചാൽ മതിയെന്നാ. ബാലനാണെങ്കിൽ എൻ്റെ വീട്ടിൽ അത് വേണ്ടാന്ന് ഒരിതിൽ ബാലന്. അവസാനം മിത്രയ്ക്ക് സങ്കടമായിപ്പോയി. മിത്ര പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ട്യൂഷൻ എടുക്കുന്നില്ല എന്ന് പറയാണ്. ധർമ്മനും വിഷമമായിപ്പോയി. ധർമ്മനാണല്ലോ കുട്ടികളെ കൊണ്ടേ കൊടുത്തേ. ധർമ്മൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ബാലനെ. അളിയ അത് പിന്നെ ഞാനാണ് ട്യൂഷന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തേ, അവൾക്കൊരു ഉപകാരം ആവില്ല മിത്രയ്ക്ക് എന്നൊക്കെ പറയണം. പക്ഷെ ബാലന് അമ്പരും ബെല്ലിനും അടുത്തില്ല. അവസാനം ഗോമതിക്ക് നല്ല ദേഷ്യം വന്നു. ഗോമതി പറഞ്ഞു, അതേ ബാലേട്ട ഇവിടെ ട്യൂഷൻ എടുത്തുന്നോർത്ത് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. രണ്ട് കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുത്തുന്നിടത്ത് എന്താ സംഭവിക്കുന്നേ? മിത്ര ഒരു നല്ല കാര്യമല്ലേ ചെയ്യുന്നേ? ബാലേട്ടൻ അത് മനസ്സിലാകുന്നില്ല. ഇപ്പം എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പറഞ്ഞു കൊടുത്ത ആരെ എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്നൊക്കെ ഗോമതി പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ട് കയറിപ്പോകാൻ തുടങ്ങുമ്പോഴത്തേനും ബാലൻ പറഞ്ഞു, ഇപ്പം ഞാൻ പറയുന്നൊരു വിലയില്ല അല്ലേന്ന് ചോദിക്കുകയാണ്. ഗോമതി കഴിഞ്ഞ് വിലയില്ലാത്തതുകൊണ്ടല്ല, ഇവിടെ ഇപ്പം തെറ്റ് ചെയ്തതായിട്ട് ആരുമില്ല, ഇവിടെ തെറ്റൊന്നും ഞാനും ചെയ്തിട്ടുമില്ല, പിന്നെ മിത്ര ട്യൂഷൻ എടുക്കുന്ന അത്ര തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം. അങ്ങനെ ഗോമതിക്ക് നല്ല ദേഷ്യം വന്ന് രണ്ടു വർത്താനം കൂടെ ബാലനോട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ എന്തായി തീരുമെന്ന് അറിയത്തില്ല. മിത്ര ട്യൂഷൻ എടുക്കാൻ നിർത്തുവോ അതോ ഇനിയിപ്പം ബാലന്റെ വാക്കുകൾ ചെവികൊള്ളാതെ മിത്ര ട്യൂഷനുമായിട്ട് മുന്നോട്ട് പോകുമെന്നും അറിയത്തില്ല. ഒരു കാര്യം ഉറപ്പായി, ഗോമതിക്ക് നല്ല കട്ടക്കലിപ്പായി. ഇങ്ങനെ പോയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ശ്രീദേവി ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും ഗോമതി. കാരണം അത്രയ്ക്ക് ദേഷ്യമുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.